നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച കോൺഗ്രസ് എംപിമാരെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ്. രാഹുൽ ഗാന്ധി കെ സുധാകരനുമായി സംസാരിക്കും. മത്സരിക്കേണ്ടത് അനിവാര്യമാണെന്നും ഉപതെരഞ്ഞെടുപ്പ് ഭയന്ന് മാറി നിൽക്കാനാകില്ലെന്നും 5 എംപിമാർ നേതൃത്വത്തെ അറിയിച്ചു. എംപിമാർ ഇറങ്ങിയാൽ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുമെന്ന് ചില മുതിർന്ന നേതാക്കളും നിലപാടെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം. ഇതിനോടകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ കെ സുധാകരനുമായി രാഹുൽ ഗാന്ധി നേരിട്ട് സംസാരിക്കും. എംപിമാരായ അടൂർ പ്രകാശ്, MK രാഘവൻ, കൊടിക്കുന്നിൽ സുരേഷ്, ഷാഫി പറമ്പിൽ എന്നിവരും മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച് കാത്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ KC വേണുഗോപാൽ മത്സരിക്കാൻ വരുന്നതുകൊണ്ട് മറ്റ് എംപിമാർക്കും മത്സരിക്കും. ഇതൊക്കെ ഇങ്ങനെ ഊഹാപോഹങ്ങൾ അടിച്ചുവിടുന്നതിനകത്ത് എന്നോട് ആദ്യം ചോദിക്കേണ്ടത് എന്റെ കാര്യം. ഞാൻ പലവട്ടം പറഞ്ഞതാണല്ലോ. എൽദോസ് കുന്നപ്പള്ളി, IC ബാലകൃഷ്ണൻ അടക്കം സിറ്റിംഗ് MLA മത്സരിക്കും. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി വന്നാൽ M ലിജു തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയാവും. ചാത്തന്നൂർ സീറ്റ് ഫോർവേഡ് ബ്ലോക്കിന് വിട്ടു നൽകി. G ദേവരാജൻ ഇവിടെ മത്സരിക്കും. തിരുവനന്തപുരം സെൻട്രൽ CMP നേതാവ് CP ജോൺ സ്ഥാനാർത്ഥിയാകും. ചടയമംഗലം സീറ്റിൽ R ചന്ദ്രശേഖരനും കൊല്ലത്ത് ബിന്ദു കൃഷ്ണയും ഉറപ്പിച്ചു. കേരള കോൺഗ്രസ് വിട്ടു നൽകിയ ഏറ്റുമാനൂരിൽ ജോസഫ് വാഴക്കൻ മത്സരിക്കും. എപ്പോൾ വേണമെങ്കിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ നമ്മൾ സജ്ജരാണ്. 50 മണ്ഡലങ്ങൾ വളരെ പെട്ടെന്ന് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ. റിപ്പോർട്ടർ, ദില്ലി.